ഈയിടെ ഒരു സ്നേഹിതയെ കിട്ടി. ഒരേ സമയം സന്യാസിനിയെ പോലെയും ഉന്മാദിനിയെ പോലെയും തോന്നിപ്പിക്കുന്ന ഒരാൾ. അമ്പരപ്പിക്കുന്ന ആത്മവിശ്വാസവും ദൃഢനിശ്ചയങ്ങളും ആകാശത്തിന് കീഴെയുള്ള എന്തിനെക്കുറിച്ചും സ്പഷ്ടവും വ്യക്തവുമായ സ്വന്തം അഭിപ്രായങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വനിത. വിദേശത്ത് ജനനം, നിരവധി വർഷങ്ങൾ വിദേശത്ത് പഠനം, ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെ എന്തുകൊണ്ടും തികഞ്ഞ ഷാർപ്പായ ഒരു വ്യക്തിത്വമുള്ള ഒരാൾ. ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് പോലെ അവരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടറിയുന്നതിനിടയിൽ എന്നെ വളരെയധികം ആകർഷിച്ച ഒരുപാട് കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി. പക്ഷെ അവർ പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായതും ഞാൻ പൂർണ്ണമായും ശരിവച്ചിട്ടുള്ളതുമായ ഒരു കാര്യം എല്ലാവരാലും പങ്കുവെക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കർശനമായ മത, സാമുദായിക, കുടുംബ സാഹചര്യങ്ങളിൽ ചിട്ടയോടെ ജീവിച്ചു വളർന്നിട്ടും ചിറകുകൾ വിരിച്ച് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ നേടിയെടുത്തു എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞതിലും മനോഹരവും ലളിതവുമായ ഒരു ഇൻസൈറ്റ്ഫുൾ തോട്ട് ഈ അടുത്ത കാലത്തെങ്ങും എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ ഹാപ്പിയാണോ എന്ന് നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നോട് ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എ പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻ. അതിന് മറുപടി പറയുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഓർമ്മകളിൽ പരതിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കൂട്ടിച്ചേർത്തു, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിത്തിരിക്കാൻ തന്നെ കാരണം ആ ചോദ്യത്തിൻ്റെ അഭാവമാണ്. ഇല്ല, ആരും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല നീ ഹാപ്പിയാണോ എന്നൊരു ചോദ്യം. തിരിച്ചറിവിൻ്റെ ആഴമേറിയ ഒരു കിണറിലേക്ക് അവർ എന്നെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം ഞാനും ഒരാളോട് പോലും ആ ചോദ്യം തിരിച്ചു ചോദിച്ചിട്ടില്ല. മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, പങ്കാളിയോട്, സുഹൃത്തുക്കളോട്, എന്തിന് മക്കളോട് പോലും നിങ്ങൾ ഹാപ്പിയാണോ എന്നൊരു ചോദ്യം ഒരു തവണ പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാൽക്കീഴിൽ നിന്നും പൂഴിമണൽ തൂർന്നുപോയിക്കൊണ്ടേയിരിക്കുന്നതിനിടയിലും ചേർത്ത് നിർത്തിയവരോട് നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. കാരണം നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അവരോട് ചോദിക്കാൻ, എൻ്റെ കൂടെ നീ ഹാപ്പിയാണോ എന്ന്.